ഹായ്, സോ വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ട്രസ്റ്റ് ഇൻകത്തെ കുറിച്ചാണ്. വാട്ട് ആർ ട്രസ്റ്റ് ഇൻകം? ഓക്കെ, ട്രസ്റ്റിന് വരുന്ന ഇൻകത്തിനാണല്ലോ അവർ ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത്, കോമൺ ആയിട്ട് വരാറുള്ളത്? ഒന്ന് കോൺട്രിബ്യൂഷനാണ്. കോൺട്രിബ്യൂഷൻ, വോളണ്ടറി കോൺട്രിബ്യൂഷൻ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. കോൺട്രിബ്യൂഷൻ. മറ്റൊന്ന് ഡൊണേഷനായിട്ട് വരാം. ഡൊണേഷൻ. ദെൻ അതേഴ്സ്. So first of all, we have to discuss what? Contribution. സാധാരണയായിട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ട്രസ്റ്റിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ മെമ്പേഴ്സൊക്കെ എന്താണ് ഇതിലേക്ക് ചിലപ്പോൾ എന്താണ് പണം കൊടുക്കും. അപ്പോൾ അവരുടെ ത്രൂ മെമ്പേഴ്സ്, അതാണ് കോൺട്രിബ്യൂഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. ത്രൂ മെമ്പേഴ്സ്. അപ്പോഴേ ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഇത് കൊടുക്കുന്ന വ്യക്തി ചിലപ്പോൾ അത് സ്പെസിഫൈ ചെയ്യണം, വിത്ത് ഡയറക്ഷൻ ആയിരിക്കാം. ഇത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പണം ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരുണ്ടാവും. അതല്ലാത്തവരുണ്ടാവും. പണം നമുക്ക് ജസ്റ്റ് തരും, എന്നിട്ട് നമ്മളോട് പറയും നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. സോ നമുക്ക് എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? എയ്തർ വിത്ത് ഡയറക്ഷൻ ആവാം, വിത്ത് ഡയറക്ഷൻ, ഓർ വിത്തൗട്ട് ഡയറക്ഷൻ. ഈ വിത്ത് ഡയറക്ഷനിൽ നമ്മൾ പറഞ്ഞു എന്താ വിത്ത് ഡയറക്ഷൻ എന്ന് പറയണമെങ്കിൽ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തി, ദി പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ട്, അയാൾ എന്ത് പറയണേ? ഹി സേസ് ദാറ്റ് ദിസ് മണി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അതിനു വേണ്ടി ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, കൺസ്ട്രക്ടിങ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് എന്താണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളൊരു ഹോസ്പിറ്റൽ പണിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പണം ഉപയോഗിക്കണം എന്ന് അയാൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വിത്ത് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതിലേക്ക് നീക്കി വെക്കണം. സോ അത്തരം കേസിൽ ഈ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ട്രസ്റ്റിലേക്ക് വരുന്ന ഈ ഒരു എമൗണ്ട്, ഇതിനെ നമുക്ക് ട്രസ്റ്റിൻ്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് ഇൻകം. ഇതിനെ നമുക്ക് എന്താണ് കോർപ്പസ് ഓഫ് ദി ഫണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ ഗോസ് ടു കോർപ്പസ് ഓഫ് ദി ഫണ്ട്. അത് ട്രസ്റ്റിൻ്റെ ഫണ്ടായും അത് മാറും. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ട, അതിന് ടാക്സ്, ദർ ഇസ് നോ ടാക്സ് ഫോർ ദാറ്റ്. അത് ആ പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ദാറ്റ് ഈസ് വിത്ത് ഡയറക്ഷൻ. ഓക്കെ, ദെൻ വിത്തൗട്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. അയാൾ എന്താണ്, സമൺ കെയിം, ഹി സേസ് എന്താണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറയണേ. അല്ലാതെ എന്താണ് ഇന്ന പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അയാൾ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യുന്നില്ല, യാതൊരു ഡയറക്ഷനും കൂടാതെയാണ് നമ്മളിലേക്ക് പണം തന്നത് എങ്കിൽ അതിനെ നമ്മളെന്താണ് വിത്തൗട്ട് ഡയറക്ഷൻ എന്ന് പറയും. ഓക്കെ, സോ വിത്തൗട്ട് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ എന്താണ്, എത്രയാണോ അദ്ദേഹം തന്ന എമൗണ്ട്, ഇപ്പോൾ 1 lakh ആണ്. സപ്പോസ് ഹി ഗീവ്സ് 1 lakh. ആ 1 lakh ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ 15% നമുക്ക് എന്താണ് റീറ്റെയിൻ ചെയ്യാം, അവിടെ കൈവശം വയ്ക്കാം. ബാക്കി 85%, അതായത് 1 lakhന്റെ 85% എന്ന് പറഞ്ഞാൽ 85,000 ഉണ്ടാവും. ആ 85,000 നമ്മൾ എന്താണ് വി ഹാവ് ടു സ്പെൻഡ്, അല്ലെങ്കിൽ ട്രസ്റ്റ് ഹാവ് ടു സ്പെൻഡ് 85% ഓഫ് 1 lakh. ഓക്കെ, സോ ഇതാണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളതിലേക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ദെൻ മറ്റൊന്ന് ഡൊണേഷൻ. ഇപ്പോൾ ഡൊണേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, സംഭാവന എന്നുള്ള രീതിയിൽ. ഇത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് സാധാരണഗതിയിൽ വരല്. ഡൊണേഷൻ എന്ന് പറയുന്ന ഔട്ട്സൈഡ് പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ഡൊണേഷനൊക്കെ വരും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ട്രസ്റ്റിലേക്ക് ഒരു സംഖ്യ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി, ഇൻഡിവിജ്വൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? 80G പ്രകാരം എന്താണ് ഡിഡക്ഷന് അർഹത ഉണ്ട്. 80G
ഡിഡക്ഷൻ. ഓക്കെ, ഡൊണേഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റിൻ്റെ എന്ത് തന്നെയാണ്, വരുമാനം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അതിനെന്ത് ചെയ്യും, ട്രസ്റ്റ് ടാക്സ് അടയ്ക്കണം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കൊടുക്കുന്ന ഡൊണേഷന് 80G പ്രകാരം, 80G ആണല്ലോ നമ്മുടെ 80C മുതൽ 80U വരെയുള്ള ഭാഗങ്ങളിൽ 80G ആണ് നമ്മുടെ ഡൊണേഷനെ കുറിച്ച് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ അതിലെന്താണ് 80G പ്രകാരം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഡിഡക്ഷന് വേണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ നിങ്ങൾ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ് അത്, ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് അത്തരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രസ്റ്റ് ആയിരിക്കണം. മാത്രമല്ല നിങ്ങളടുത്ത് അതിൻ്റെ പ്രോപ്പർ റെസിപ്റ്റും ആവശ്യമാണ്. ഓക്കെ, സോ ട്രസ്റ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ്. അതുപോലെ തന്നെയാണ് എന്താണ് പ്രോപ്പർ എവിഡൻസ് ഓർ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ റെസിപ്റ്റ്, ഇത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ then only you can claim your deduction, 80G deduction. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡൊണേഷൻ. പിന്നെ ഈ ഡൊണേഷൻ പറയുമ്പോൾ ഒരു കാര്യങ്ങളും അഡീഷണൽ ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പം എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം ചോദിച്ചിട്ടൊന്നുണ്ട്, അനോണിമസ് ഡൊണേഷൻ എന്ന് പറയും. അനോണിമസ് ഡൊണേഷൻ, അപ്പോൾ ആ വേർഡ് കൂടി ഒന്ന് ഓർത്തിരിക്കാം. വാട്ട് ഈസ് അനോണിമസ് ഡൊണേഷൻ? അനോണിമസ് ഡൊണേഷൻ. ഈ അനോണിമസ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ, യെസ്, അനോണിമസ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട്, അനോണിമസ്. സീക്രട്ട് ഡൊണേഷൻ എന്നാണ്. സീക്രട്ട് എന്ന് പറയണമെങ്കിൽ ആരാണ് നമുക്ക് ഈ ഡൊണേഷൻ നൽകിയത് എന്നതിനെക്കുറിച്ച് യാതൊരു രേഖയുമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തത ഇല്ല. ദി ഐഡൻറ്റിറ്റി ഓഫ് ഡോണർ ഇസ് നോട്ട് ഡിസ്ക്ലോസ്ഡ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് എന്താണ് സീക്രട്ട് ഡൊണേഷൻ അഥവാ അനോണിമസ് ഡൊണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കേസിൽ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ടാക്സ് ചെയ്യുന്നത് ഹയസ്റ്റ് സ്ലാബിൽ ടാക്സ് ചെയ്യണം. MMR, ടാക്സ്ഡ് അറ്റ് MMR റേറ്റ്, മാക്സിമം മാർജിൻ റേറ്റ്. ഓക്കെ, ടാക്സ് ആയിട്ട് ട്രസ്റ്റിൻ്റെ റേറ്റും ടാക്സ് റേറ്റിനെ കുറിച്ച് നമുക്ക് എന്താണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കാം. സോ വാട്ട് ഈസ് അനോണിമസ് ഡൊണേഷൻ? Anonymous donation is secret donation. It is also known as secret donation. That is, the identity of the donor is not disclosed. അങ്ങനെയാണെങ്കിൽ അത് അനോണിമസ് ഡൊണേഷൻ ആണ്. മാത്രമല്ല, സപ്പോസ് ഇനി ഇത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, നമുക്കറിയായിരുന്നു, പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പ്രോപ്പർ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലായിരിക്കും. അങ്ങനെയാണെങ്കിലും അതിനെന്താണ്, അതിനെ അനോണിമസ് ഡൊണേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, സോ രണ്ട് സാഹചര്യങ്ങൾ വരാം. ഒന്നുകിൽ ഈ ഡോണർ എന്ത് ചെയ്യുന്നു, ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ഐഡന്റിറ്റി ഓഫ് ഡോണർ ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ്. അല്ലെങ്കിൽ എന്താണ്, ദി പ്രോപ്പർ റെക്കോർഡ് ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ് ബൈ ദി റിസീവർ. ഈ ഡൊണേഷൻ റിസീവ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അത് ആരുടെ നിന്നാണ് വന്ന് അതിനെക്കുറിച്ചൊന്നും ഇവരെന്ന് വേർ ഇറ്റ് കം ഫ്രം, വേർ ദി ഡൊണേഷൻ ഈസ് കം ഫ്രം, അതിനെക്കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ അതും എന്താണ്, ഇറ്റ് ഈസ് ആൾസോ ട്രീറ്റഡ് ആസ് അനോണിമസ് ഡൊണേഷൻ, സീക്രട്ട് ഡൊണേഷൻ. ഓക്കെ, സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രസ്റ്റ് എന്ത് ചെയ്യണം, MMR റേറ്റിൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് അതേഴ്സ്. അപ്പോൾ അതേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മറ്റ് ഇതല്ലാത്ത രീതിയിൽ ഒരുപാട് ഇൻകം ഇവർക്ക് വരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെ എന്താണ് ചിലപ്പോൾ വരുമാനങ്ങൾ വരാം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളെന്താണ്, നമ്മൾ എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ കിട്ടും. അപ്പോൾ പ്രധാനമായിട്ടും വരുന്നത് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഒന്ന് കോൺട്രിബ്യൂഷൻ ത്രൂ മെമ്പേഴ്സ്, ഏതർ വിത്ത് ഡയറക്ഷൻ ഓർ വിത്തൗട്ട് ഡയറക്ഷൻ. വിത്ത് ഡയറക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് കോർപ്പസ് ഓഫ് ദി ഫണ്ടാണ്, അല്ലാതെ തന്നെയാണ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ഗോസ് ടു കോർപ്പസ് ഓഫ് ദി ഫണ്ട് ആൻഡ് ദർ ഈസ് നോ ടാക്സ് ഫോർ ദിസ് ഫണ്ട്. ഓക്കെ, അപ്പോൾ വിത്ത് ഡയറക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കണമെന്ന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. അതല്ലാത്തത് വിത്തൗട്ട് ഡയറക്ഷനാണ്, അതിന് ടാക്സ് ഉണ്ട്. എത്രയാണോ എമൗണ്ട് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ 15% നമുക്ക് റീറ്റെയിൻ ചെയ്യാം. സാധാരണഗതിയിൽ എല്ലാ ട്രസ്റ്റിൻ്റെയും മൊത്തത്തിൽ നമുക്ക് എന്താണ് 15% നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. ദെൻ ബാക്കിയുള്ള 85% ആണ് നമ്മൾ എന്താണ് സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഡൊണേഷൻ എന്ന് പറയുന്നത്,
ഡൊണേഷൻ എന്ന് പറയുന്നതിന് നമുക്ക് എന്താണ് ടാക്സ് അടയ്ക്കണം. ഇതേപോലെ തന്നെയാണ് ടാക്സിൻ്റെ കാറ്റഗറി വരും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഡിവിജ്വൽ ടാക്സ് ലയബിലിറ്റി ആരാണോ ഡൊണേറ്റ് ചെയ്തത് ആ വ്യക്തിക്ക് അയാളുടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 80G എന്ത് ചെയ്യും, ഡിഡക്ഷന് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിന് ശ്രദ്ധിക്കേണ്ടത് അതൊരു രജിസ്റ്റേർഡ് ട്രസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ റെസിപ്റ്റൊക്കെ നിങ്ങളുടെ കയ്യിൽ, എവിഡൻസ് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദെൻ ഡൊണേഷൻ ആയിട്ട് പറയുമ്പോൾ മറ്റൊരു വേർഡ് നമ്മൾ ഒപ്പം ഓർമ്മിക്കേണ്ടത് അനോണിമസ് ഡൊണേഷൻ ആണ്. വട്ട് ഈസ് അനോണിമസ് ഡൊണേഷൻ? ഇറ്റ് ഈസ് കാൾഡ് ആസ് സീക്രട്ട് ഡൊണേഷൻ. ദി ഐഡൻറ്റിറ്റി ഓഫ് ഡോണർ ഈസ് നോട്ട് സ്പെസിഫൈഡ് ഓർ ഡിസ്ക്ലോസ്ഡ്. അങ്ങനത്തെ കേസിൽ ടാക്സ് അറ്റ് MMR ആണ്. നിങ്ങൾ എന്താണ് പ്രധാനമായിട്ടും ഇവിടെ ചെറിയൊരു കാര്യം കൂടി അഡീഷണലായിട്ട് ഓർക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു അനോണിമസ് ഡൊണേഷൻ ആണെങ്കിൽ ടാക്സ് അറ്റ് MMR ആണ്. പക്ഷേ അവിടെ ഒരു എക്സംഷൻ ഉണ്ട്. ദർ ഈസ് ആൻ എക്സംഷൻ. ആ എക്സംഷൻ എന്താണ്? സപ്പോസ് 1,00,000 താഴെയാണ് നിങ്ങൾക്ക് അനോണിമസ് ഡൊണേഷൻ കിട്ടിയത് എങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. മാത്രമല്ല ഇനി നിങ്ങൾക്ക് കിട്ടിയ അനോണിമസ് ഡൊണേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡൊണേഷൻ്റെ 5% താഴെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. സോ എക്സംഷൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലെസ് ദാൻ ₹1 lakh. If the donation is less than ₹1 lakh or 5% of total donation. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണ്ട, there is no tax. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഡൊണേഷൻ 1,00,000 താഴെയാണ്, അതല്ല 5% ഓഫ് ടോട്ടൽ ഡൊണേഷൻ്റെ 5% കുറവാണെങ്കിൽ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. ഒരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അതൊന്ന് ജസ്റ്റ് വായിക്കണം കേട്ടോ. നോക്കുക, എക്സാമ്പിളാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ ഡൊണേഷൻ എന്ന് പറയുന്നത് 50 ലക്ഷം ആയിരിക്കും. 50 ലക്ഷം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എത്രയാണ്? നമ്മൾ പറഞ്ഞ പ്രകാരം 5% ഓഫ് 50 lakh എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 2.5 ലക്ഷം അല്ലേ? ഇതാണ്. സപ്പോസ് നിങ്ങൾക്ക് കിട്ടിയ അനോണിമസ് ഡൊണേഷൻ എന്ന് പറയുന്നത് 2 lakh ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന് ടാക്സ് അടയ്ക്കേണ്ട. കാരണം എന്താണ്? ഇത് ടോട്ടൽ ഡൊണേഷൻ്റെ 5% എന്താണ് കുറവാണ്. ടോട്ടൽ ഡൊണേഷൻ്റെ 5% 2.5 ലക്ഷമാണ്. നമുക്ക് കിട്ടിയ അനോണിമസ് ഡൊണേഷൻ എത്രയാണ്? 2 lakh ആണ്. സോ ദർ ഈസ് നോ ടാക്സ്. അതാണ് ഈ പോയിന്റ്. ഓക്കെ, ദെൻ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ ഡൊണേഷൻ എന്ന് പറയുന്നത് 5 ലക്ഷമാണ്, 5 lakh. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എത്രയാണ്? നമ്മളെ കണക്ക് പ്രകാരം 5 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 lakh ഇൻറ്റു 5%, 5% ഈസ് ഈക്വൽ ടു 25,000 അല്ലേ? 25,000. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ അനോണിമസ് ഡൊണേഷൻ എന്ന് പറയുന്നത് സപ്പോസ് ഒരു 40,000 ആണ് ഇരിക്കുക. 40,000. അപ്പോൾ നോക്കൂ, യഥാർത്ഥത്തിൽ കിട്ടിയ ഈ ടോട്ടൽ ഡൊണേഷൻ്റെ 5% 25,000 കൂടുതലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അനോണിമസ് ഡൊണേഷൻ 40,000. എന്നാലും നിങ്ങൾ ടാക്സ് അടയ്ക്കണം. കാരണം എന്താണ്? ഇത് 1 ലക്ഷത്തിൽ താഴെയാണ്. ക്ലിയർ ആയല്ലോ? സോ ദാറ്റ് ഈസ്
അനോണിമസ് ഡൊണേഷൻ എന്ന് പറയുന്നത് ടാക്സ്ഡ് അറ്റ് MMR ആണ്. അതിൽ ദർ ഇസ് നോ ഡൗട്ട് ഫോർ ദാറ്റ്. പക്ഷേ അതിനെന്താണ്, ദർ ഇസ് സം എക്സെപ്ഷൻ ഫോർ ദാറ്റ്. ഇഫ് ദി അനോണിമസ് ഡൊണേഷൻ ഈസ് ലെസ് ദാൻ 1 lakh or it is less than 5% of total donation, then there is no tax. ക്ലിയർ? അപ്പോൾ ഈ കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഓർമ്മിച്ചിരിക്കണം. നമുക്ക് ചിലപ്പം എക്സാമ്പിളിൽ കുറച്ച് ഡെപ്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ആവശ്യം വരും. സോ ദാറ്റ് ഈസ് ട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്ന സംഭവം. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.